നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷവിഷയം നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളത്തെ ദിനം 1201 ഇടവമാസം 28-ാം തീയതി, അതായത് 2026 ജൂൺ മാസം 11-ാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച. നാളെ വ്യാഴാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:06 അസ്തമയം വൈകിട്ട് 6:42 നാളത്തെ രാഹുകാലം വ്യാഴാഴ്ച നിങ്ങൾക്കറിയാം. 1:30 മുതൽ 3 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയം, ഉച്ച സമയം. ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം കാലത്ത് 8:15 വരെ രേവതി നക്ഷത്രവും 8:15 കഴിഞ്ഞാൽ പിന്നെ അശ്വതി നക്ഷത്രവുമാകുന്നു. രേവതി ഒരു ശുഭനക്ഷത്രമാണ്, അശ്വതിയും അത് ഉത്രത്രയത്തിൽ പെടുന്നു. പക്ഷേ രേവതിയും ഉത്രവും ചിത്രയും ഈ 9 നക്ഷത്രങ്ങളിൽ ഈ 3 നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ്. അതിനാൽ നാളെ കാലത്ത് 8:15 വരെ വാങ്ങാനും കൊടുക്കാനും അനുകൂലമായ ഒരു ദിനമല്ല. നാളത്തെ ദിനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത മനസ്സിലാക്കണം. നാളെ കറുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാണ്. അതിനാൽ രേവതി നക്ഷത്രമാണ്, ഏകാദശി തിഥിയാണ്. കാലത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വെണ്ണ നിവേദ്യം, ഭഗവാന് തുളസിമാല, പാൽപ്പായസം വഴിപാടായി സമർപ്പിച്ച് അങ്ങേയറ്റം കൃഷ്ണൻ്റെ അനുഗ്രഹാശിസുകൾ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ശുഭമായ ദിനമാണ് എന്നറിയുക. നാളത്തെ ദിനം കൃഷ്ണക്ഷേത്രത്തിലാകട്ടെ അച്യുതാഷ്ടകം ജപിക്കുക, വളരെ ഗുണമാണ്. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ. അതിനാൽ കാലത്ത് മേൽപ്പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക. വെണ്ണ നിവേദ്യം വളരെ നിർബന്ധമാണ്. ചെറിയ കുട്ടികൾക്ക് വെണ്ണ നിവേദ്യം ചെയ്ത് രേവതി നക്ഷത്രക്കാർക്ക് അവരുടെ ആ നാവിൽ കൊടുക്കുക, വെച്ചു കൊടുക്കുക, വളരെ ഐശ്വര്യമാണ്. 8:15 കഴിഞ്ഞാൽ പിന്നെ അശ്വതി നക്ഷത്രമാണ്. പക്ഷേ അശ്വതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ഗണ്ടാത നക്ഷത്രമാണ്, പ്രത്യേകിച്ച് കാലത്തുള്ള 3:45 നാഴിക. അതിനാൽ അശ്വതി നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ നല്ലൊരു മുഹൂർത്തം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ 1:06 മുതൽ 1:30 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ അനുകൂലമാണ്. 1:06 മുതൽ 1:30 വരെയുള്ള 24 മിനിറ്റ് സമയം. ഞാൻ അത്ര ഷാർപ്പായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം തരുന്നത്. ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. നിങ്ങൾ ഓരോ പ്രവർത്തനങ്ങൾക്കും നല്ല രാശി, നല്ല കാലഹോര നൽകിയിട്ടാണ് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പരിപാടി മുന്നോട്ട് നയിക്കുന്നത്. നാളെ കാലത്ത് സാമ്പത്തികമായ വാങ്ങലും കൊടുക്കലും ഇല്ലെങ്കിൽ കാലത്ത് വേണമെങ്കിൽ 6:38 മുതൽ 7 മണി വരെ യാത്രക്കൊക്കെ നല്ലതാണ്. രേവതി നക്ഷത്രമാണ്. ഏതായാലും നാളെ കഴിഞ്ഞാൽ പിന്നെ കറുത്തപക്ഷത്തിൽ ഏകാദശി മുതൽ അങ്ങോട്ടേക്ക് ഗുണമില്ല. നാളത്തെ ദിനം എല്ലാം ശുഭമാവട്ടെ. നാളെ വൈകിട്ട് നിർബന്ധമായും നാഗക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുക. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ പ്രാർത്ഥനയിലൂടെ നാളത്തെ ദിനത്തെ ധന്യമാക്കുക. നന്ദി, നമസ്തേ.